എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലെയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മലബാർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 7 ഗ്രാമ്പു, 8 ഏലക്ക, 1 ചുരുള് പട്ട, 2 ചെറിയ അല്ലി തക്കോലം. ഇത്രയും കൂടി നമുക്കൊരു പാനിലോട്ട് ചേർത്ത് കൊടുത്ത് ചെറിയ തീയിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. തീ വളരെ കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മസാലയുടെ കളറ് മാറിയോ അത് കരിഞ്ഞു പോവുകയോ ചെയ്യരുത്. ഈ മസാലയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ കശകശയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം മസാലയെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് നമ്മുടെ അരിയും കൂടി വേവിച്ചെടുക്കാം. നമുക്കതിനായിട്ട് ആദ്യം അരി വേവിക്കാനുള്ള വെള്ളം ചൂടാക്കാം. ഞാനിപ്പോൾ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 4.25 കപ്പ് അരിയോളം വരും. അതിനായിട്ട് 1 കപ്പിന് 1.25 കപ്പ് എന്നുള്ള അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അരി മൊത്തത്തിൽ ഒരു പാത്രത്തിലോട്ട് ഇട്ട് വെച്ചിട്ട് ആ പാത്രത്തിന് ഒരു 1.25 അളവ് വെള്ളം എടുത്താൽ മതിയാവും. നമുക്ക് ആ വെള്ളം ആദ്യം ഒന്ന് നന്നായിട്ട് ചൂടാക്കാൻ വെക്കാം. ഇനി ഈ സമയത്തിന് നമുക്ക് അരി ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് സവോള ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. സവോളയുടെ കളറ് മാറാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിനകത്തോട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടുന്ന മസാലയും ചേർത്ത് കൊടുക്കാം. 5 ഏലക്ക, 1/2 ടീസ്പൂൺ പെരുംജീരകം, 9 ഗ്രാമ്പു, 1 തക്കോലം, 3-4 പീസ് പട്ട. വലിയ പട്ടയാണെങ്കിൽ 1 ചുരുള് പട്ട ചേർത്താൽ മതിയാവും. ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് അരി ചേർത്ത് കൊടുക്കാം. ഞാൻ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ അരി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ഈ അരിയിലെ വെള്ളം എല്ലാം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നെയ്യ് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ദം ചെയ്യുമ്പോൾ നെയ്യ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇപ്പോൾ കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ അരിയിലെ വെള്ളമൊക്കെ മാറിയിട്ട് അരിയിൽ നന്നായിട്ട് നെയ്യൊന്ന് പിടിച്ചിട്ടുണ്ട്. ഈ ചോറ് ഇങ്ങനെ തന്നെ വെച്ചെടുക്കാൻ നോക്കുക. അപ്പോഴായിരിക്കും ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പം നമ്മുടെ വെള്ളവും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ അരി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഈ തീ വളരെ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് അരി വേവുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് ചിക്കൻ്റെ മസാല റെഡിയാക്കാം. അതിനായിട്ടൊരു പാനിൽ ഞാനൊരു 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഒരു 6 മീഡിയം സൈസ്ഡ് സവോള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള വാടി വരാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് സവോള നന്നായിട്ടൊന്ന് വാടി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ മൂടി വെക്കുമ്പോഴത്തേക്ക് സവാള ഒന്ന് നന്നായിട്ട് സോഫ്റ്റായും കിട്ടും. അതേസമയം അത് നന്നായിട്ട് വാടിയും വരും. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 7 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പം എരിവനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ സൈസ് ഇഞ്ചിയും 1 ഉണ്ട വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർക്കുന്നത്. ചതച്ച് ചേർക്കുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർത്താലും മതിയാവും. ഇങ്ങനെ ചേർത്താൽ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇടയ്ക്ക് കടിക്കാൻ കിട്ടത്തില്ല. ഇനി ഇതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 പഴുത്ത തക്കാളി ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വെന്തുടയുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് ആ ഉള്ളിയായിട്ട് ചേർന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ അരിക്ക് 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കനിൽ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി ഒരു അരമണിക്കൂർ നേരം വെച്ചിരുന്ന ചിക്കനാണ്. അപ്പോഴായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്കിത് മൂടി വെച്ച് ചിക്കനൊന്ന് വെന്ത് വരുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്യാം. ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ചിക്കൻ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്ത്
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഗ്രേവി ഒന്ന് വറ്റി ചിക്കൻ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വെന്ത് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന മസാലയിൽ നിന്ന് 2 സ്പൂൺ മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ 2 സവോള നീളത്തിലരിഞ്ഞ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി സവോള ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ബാക്കി പകുതി നമ്മൾ റൈസ് ദം ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഗ്രേവി ഒന്നും കൂടി ഒന്ന് കുറുകും. ഇപ്പോൾ ഗ്രേവി നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലോട്ട് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന റൈസ് ഇട്ട് കൊടുക്കാം. മുകളിലുള്ള ചോറിന് വേവ് കുറച്ച് കുറവായിരിക്കും, അപ്പോൾ ആ ചോറ് വേണം ആദ്യം ഇട്ട് കൊടുക്കാനായിട്ട്. അതിന് മുകളിൽ നമ്മൾ ബാക്കി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളിയും പിന്നെ കുറച്ച് നട്ട്സും കിസ്മിസും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന മസാലയിൽ നിന്ന് കുറച്ച് മുകളിൽ തൂകി കൊടുക്കാം. പിന്നെയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചോറും ലെയർ ചെയ്തെടുക്കുക. ഇപ്പോൾ ചോറെല്ലാം ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഉള്ളിയും നട്ട്സും കിസ്മിസും കുറച്ച് മസാലയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാലിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിന് മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ റൈസിന് നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് നമുക്ക് അതിന് മുകളിൽ അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. ഈ അടപ്പിന് മുകളിൽ കനലിട്ട് ദം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ്. അങ്ങനെ പറ്റാത്തവർക്ക് ഇങ്ങനെ ചെയ്താലും മതിയാവും. ഇനി നമുക്ക് ഈ പാത്രം ഒരു ഇരുമ്പ് തവയുടെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ഈ തവ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഒരു 25-30 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ആവി വന്നാൽ മതിയാവും. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് വെക്കാം. നമുക്കിനി ഈ റൈസ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം, മസാലയും സെപ്പറേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈ റൈസ് ഞാൻ പറഞ്ഞ മെത്തേഡിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ നോക്കുക, അപ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്